നമസ്കാരം. സിനിമയിലെ വയലൻസിന്റെ അതിപ്രസരത്തിനെതിരെ സംവിധായകൻ ആഷിഖ് അബു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ആഷിഖ് അബു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഉൾപ്പെടെ സമീപകാലത്ത് കേരളത്തെ നടുക്കിയ കൊലപാതകങ്ങളിൽ സിനിമയിലെ അമിതമായ വയലൻസിനും പങ്കുണ്ടെന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ആഷിഖ് അബുവിന്റെ പ്രതികരണങ്ങളിൽ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. പ്രധാനമായും ആഷിഖ് അബു സംവിധാനം ചെയ്ത ഇടുക്കി ഗോൾഡ് എന്ന സിനിമയെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉയരുന്നത്. സിനിമയിലെ വയലൻസ് ജനങ്ങളെ സ്വാധീനിക്കുമെന്നും അതിനാൽ ചലച്ചിത്ര പ്രവർത്തകർ ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കണമെന്നായിരുന്നു ആഷിഖ് അബുവിന്റെ പ്രതികരണം. ആഷിഖ് അബുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സിനിമ വളരെ പവർഫുൾ ആയിട്ടുള്ള മീഡിയമാണ്. പലതരത്തിലുള്ള സ്വാധീനം സിനിമയ്ക്ക് സമൂഹത്തിനു മേലുണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനോട് പ്രതികരിക്കണം. ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ ഇപ്പോൾ എന്റെ സിനിമകൾക്ക് നേരെയാണ് അത്തരമൊരു വിമർശനം വരുന്നതെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. റൈഫിൾ ക്ലബിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അതൊരു വീഡിയോ ഗെയിം കാണുന്നത് പോലെയാണ് ഷൂട്ടിംഗ് സീനുകൾ കാണേണ്ടത് എന്ന നേരത്തെയുള്ള ധാരണയുടെ പുറത്താണ് അതിനെ അങ്ങനെ കൊറിയോഗ്രാഫി ചെയ്തത്. കുറച്ച് ഉത്തരവാദിത്വത്തോടെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ആഷിഖ് അബു കൂട്ടിച്ചേർത്തു. സിനിമകളിലെ വയലൻസിനെതിരെ കർശനമായ സെൻസർ നടപടികൾ വേണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് നിരവധി ചലച്ചിത്ര പ്രവർത്തകർ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വരുന്നത്. അതിനിടെ ആഷിഖ് അബുവിന്റെ പ്രതികരണ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി നിരവധി പേരാണ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. വയലൻസ് രംഗങ്ങൾ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ റൈഫിൾ ക്ലബ്ബ് ചിത്രീകരിക്കുവാൻ ആഷിഖ് അബുവിന് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് കമന്റ് ബോക്സുകളിൽ ചോദ്യമുയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.